ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ അർജുനായി ദൗത്യസംഘത്തിന്റെ ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചു. സിഗ്നൽ ലഭിച്ച മൺകൂനയ്ക്കരികിൽ ഈശ്വർ മാൽപേയും മത്സ്യത്തൊഴിലാളികളും പരിശോധന നടത്തി. അതേസമയം നദിയിലെ അടിയൊഴുക്ക് തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഗംഗാവലിപ്പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുനെ കണ്ടെത്താനുള്ള നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്കിറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് പുതിയ തിരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയുടെ സംഘം ഷിരൂരിലെത്തിയത്. ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നെത്തിയ സംഘത്തിൽ 8 പേരാണുള്ളത്. തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണിവർ. വിവിധ ഉപകരണങ്ങളുമായി രാവിലെയോടെ ഇവർ ഷിരൂരിലെത്തിയെങ്കിലും ഗംഗാവലിപ്പുഴയുടെ ശക്തമായ അടിയൊഴുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് വൈകിപ്പിച്ചു. തുടർന്ന് നേവിയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിലിറങ്ങിയെങ്കിലും ലക്ഷ്യം കാണാതെ തിരിച്ചു കയറി. കുത്തൊഴുക്കിൽ കയർ പൊട്ടിയതിനെ തുടർന്ന് ഒരു തവണ ഈശ്വർ മാൽപേ തിരിച്ചു കയറി. രാത്രിയോടെ പോntൂണുകൾ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. പോntൂൺ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തും. അതിന്റെ സഹായത്തോടെ ഇറങ്ങുമ്പോൾ ഒഴുകിപ്പോവില്ലെന്നാണ് പ്രത്യേകത. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് 6 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ്. അതുകൊണ്ടാണ് ലോറിയുടെ സ്ഥലം കണ്ടെത്തിയിട്ടും 2 ദിവസമായി നാവികസേനയ്ക്ക് സ്ഥലത്തിറങ്ങാൻ സാധിക്കാതിരുന്നത്. പോntൂണുകൾ ഇന്നെത്തിക്കാൻ സാധിക്കില്ലെന്ന് കാർവാർ MLA അറിയിച്ചെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടലോടെയാണ് പോntൂണുകളുടെ കാര്യത്തിൽ തീരുമാനമായത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.